നമസ്കാരം. വൃന്ദാവന സുധയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ശ്ലോകം കിട്ടാൻ കഷ്ടങ്ങളേറും പൊരുളിത് സുലഭം വന്നു കൈക്കുള്ളിലെന്നാൽ കഷ്ടം നിർത്താതെ മർത്യന് ഇതരമതുമനം വാക്ക് ഉടമ്പാലെ തേടും. ആകട്ടെ നമ്മളിപ്പോൾ സ്ഥിരമനമുടെ ഈ ലോകദുഃഖം നശിക്കാൻ ആത്മാക്കൾക്കൊക്കെ നാഥൻ ഗുരുഭവനപുരാധീശനെ ആശ്രയിക്കാം. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ശ്ലോകം. ഇത് സത്യത്തിൽ പൈങ്കുളം ഉണ്ണികൃഷ്ണ വാര്യർ പറഞ്ഞൊരു മഹാൻ ബോംബെയിലൊക്കെ ജോലി ചെയ്ത് നാരായണീയത്തിന് വൃത്താനുവൃത്തം അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതിലത്തെ രണ്ടാമത്തെ ശ്ലോകം. ഒന്നാമത്തെ ശ്ലോകം ഇന്നലെ പറഞ്ഞു, അതിന് ഞാൻ ആഖ്യാനം പറഞ്ഞില്ല. അപ്പോൾ പലവരും പറഞ്ഞു അത് ആഖ്യാനം പറഞ്ഞാൽ തർക്കടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം പറയാം. ഇത് മലയാളത്തിലാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാലും കിട്ടാൻ കഷ്ടങ്ങളേറും പൊരുൾ, ഏത് ഈശ്വരീയത, ഭക്തി കിട്ടാൻ കഷ്ടങ്ങളേറും പൊരുളിത്. എന്നാലോ സാത്വിക ഗുണമുള്ളവരൊക്കെ സുലഭമാണ്, കഷ്ടപ്പാടില്ല. വന്നു കൈക്കുള്ളിലെന്നാൽ ഉള്ളംകൈയിൽ വെണ്ണ പോലെ നമ്മുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ കഷ്ടം നിർത്താതെ മർത്യന് ഇതരമതുമനം വാക്ക് ഉടമ്പാലെ തേടും. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ലൗകികമായ കാര്യങ്ങളെ തേടുന്നത് നിൽക്കും. എപ്പോൾ കഷ്ടങ്ങളേറുള്ള പൊരുളിത് സുലഭം ഭക്തി കയ്യിൽ വന്നാൽ. ഭക്തി വന്നില്ലെങ്കിലോ നരകം ഫലം. അപ്പോൾ വാക്ക് ഉടമ്പാലെ തേടും, അത് ഇല്ലാണ്ടാവും. ആകട്ടെ നമ്മളിപ്പോൾ സ്ഥിരമനമോട്, നമ്മളിപ്പോൾ ഈ സുലഭമായ അല്ലെങ്കിൽ അസുലഭമായ ഈശ്വരീയത കയ്യിൽ വന്നാൽ, സംശുദ്ധ ഭക്തി കയ്യിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരമനമോട് ഈ ലോകദുഃഖം നശിക്കാൻ, ലോകർക്ക് എന്തൊക്കെ ദുഃഖത്തെ തരുന്നതായിട്ടുള്ള ദുഃഖങ്ങളുണ്ട് അതൊക്കെ നശിക്കാൻ ആത്മാക്കൾക്കൊക്കെ നാഥൻ, എല്ലാ ആത്മാക്കളുടെയും പരമാത്മാവായി, പരബ്രഹ്മമായി, ഭഗവാനായി, ഈശ്വരനായി ഗുരുഭവനപുരാധീശനെ ആശ്രയിക്കാം. പക്ഷേ ഇവിടെ എനിക്ക് ഒന്നുകൂടി പറയണം. ഗുരുഭവനപുരേശനെ ആശ്രയിക്കാം, പക്ഷേ ആ ഗുരുഭവനപുരേശൻ നമ്മുടെ ഉള്ളിൽ ആത്മാവായി, പരമാത്മാവായി, ഈശ്വരനായി, ജഗതീശ്വരനായി, ഈ പ്രപഞ്ചത്തിൻ്റെ നിയാമകനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധം വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കിട്ടാൻ കഷ്ടങ്ങളേറെയുള്ള പൊരുളിനെ സുലഭമായിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.